വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻസിന്റെ MCQ 10th സെറ്റ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ RF സിഗ്നൽ is amplitude modulated to a depth of 100% by a sinusoidal signal. The ratio of modulated signal power to unmodulated carrier power is. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ്, അതായത് 100% മോഡുലേഷൻ ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് കാണേണ്ടത് എന്താണ്? മോഡുലേറ്റഡ് സിഗ്നൽ പവർ ടു അൺമോഡുലേറ്റഡ് കാരിയർ പവർ, അതായത് PT/PC റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ PT is equal to PC into 1 plus m²/2 എന്ന് നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പോൾ അതിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ്, ഡെപ്ത് ഓഫ് മോഡുലേഷൻ 100% തന്നതുകൊണ്ട് നമുക്ക് M1 ആയിട്ട് എടുക്കുക. അപ്പൊ അത് PC ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് PT/PC ഈക്വൽ ടു 1 plus m²/2 എന്ന് കിട്ടും. നമുക്ക് എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ റേഷ്യോ എന്ന് പറയുന്നത് 3/2 എന്ന് കിട്ടും. സോ ആൻസർ നമ്മുടെ ഓപ്ഷൻ ബി. Second question, the frequency deviation produced in a VHF carrier by a signal of 100 Hz is 50 kHz. The frequency modulation index is. അപ്പോൾ നമുക്ക് frequency deviation തന്നിട്ടുണ്ട് 50 kHz എന്ന്, നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി 100 Hz എന്ന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു del/FM എന്ന് വരും. ഡെൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്, നമുക്ക് തന്നിട്ടുണ്ട് 50 kHz എന്ന്. സോ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 50 kHz ഡിവൈഡഡ് ബൈ 100 Hz. സോ 500 റേഡിയൻസ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 12 signals, each band limited to 5 kHz are to be transmitted over a single channel by frequency division multiplexing. If AM SSB modulation got band of 1 kHz is used, then bandwidth of the multiplexed signal will be. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 12 സിഗ്നൽ, 12 സിഗ്നൽസ്, ഈച്ച് ബാൻഡ് ലിമിറ്റഡ് ടു 5 kHz എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ കാണാം? 5 × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടും. ഇനി എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഗോഡ് ബാൻഡ് ഓഫ് 1 kHz. അപ്പോൾ ഓരോന്നിനും ഇടയ്ക്ക് നമുക്ക് ഗോഡ് ബാൻഡ് ഉണ്ടാവും അല്ലെ? ഗോഡ് ബാൻഡിന്റെ ഫ്രീക്വൻസി 1 kHz എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 12 സിഗ്നൽസിന് എത്ര ഗോഡ് ബാൻഡ് ഉണ്ടാവും? 11 ഗോഡ് ബാൻഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ടോട്ടൽ ഗോഡ് ബാൻഡിന്റെ വിഡ്ത്ത് എത്രയായിരിക്കും? 11 ഗോഡ് ബാൻഡ് ഉണ്ടെങ്കിൽ ഓരോ kHz വെച്ചിട്ട് 11 kHz ഗോഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. സോ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് പ്ലസ് ഗോഡ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. സോ 71 kHz. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. Fourth question, if a carrier is FM modulated with a sinusoidal of 20 kHz resulting in a maximum frequency duration of 5 kHz, then bandwidth of the modulated signal will be. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ? മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഓഫ് 5 kHz. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ നമുക്കറിയാം ΔF എന്ന്, FM മോഡുലേഷൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? FMന്റെ അതായത് മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി FM എന്ന് പറയുന്നത് 20 kHz എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ബാൻഡ് വിഡ്ത്ത് കാണണം. എന്നിട്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ. മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുക. എന്താണ്? ΔF/FM. രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ ΔFഉം FMഉം തന്നതുകൊണ്ട് അപ്പൊ നമ്മൾ ആദ്യം ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിച്ചു. 2.5 Hz എന്ന് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ, മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? F∞ is equal to 2 into B+1 ബാൻഡ് വിഡ്ത്ത് +1 into ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ എന്തെന്ന് കിട്ടും? 14 kHz എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. Fifth question, minimum value of MF for an FM system required to produce a noticeable improvement in SN ratio, signal to noise ratio. അപ്പോൾ നമുക്ക് FM സിസ്റ്റത്തിന് നമുക്ക് ഒരു മോഡുലേഷൻ ഇൻഡെക്സിന് എത്ര മിനിമം വാല്യൂ വേണമെന്ന് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? over a comparable AM system with M is equal to 1. ഒരു AM സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FM സിസ്റ്റത്തിന് ഒരു നോട്ടീസബിൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമായ മോഡുലേഷൻ ഇൻഡെക്സിന്റെ മിനിമം വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് FM എന്ന് പറയുന്നത് 3mf² ഓഫ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് AM ആണ്. അപ്പൊ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? 3mf² is equal to 1 എന്ന്. സോ അതിന് നമുക്ക് MF എന്ത് കിട്ടും? 1/√3 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി.
Last question. In a PCM system, if number of quantization levels are 16, so നമുക്ക് 16 quantization levels ഉണ്ട്. Maximum signal frequency എത്രയാണ് 4 kilohertz എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബിറ്റ് ട്രാൻസ്മിഷൻ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ക്വാണ്ടിസേഷൻ നമ്പർ നമുക്കറിയാം n is equal to 16. പിന്നെ എന്താണ് മാക്സിമം സിഗ്നൽ ഫ്രീക്വൻസി ഡെൽ എഫ് എന്ന് പറയുന്നത് 4 kilohertz, so 4000. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിറ്റ് ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് C is equal to 4000 log 16. log 16 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. സോ നമുക്ക് 16,000 kbps is equal to 16 bps നമ്മുടെ ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ C ആണ്. സോ നമ്മുടെ ഈ 10th സെറ്റ് ഓഫ് MCQ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.